അയ്യോ ഇങ്ങനെ ആക്കണം എന്നാ രസം. അയ്യോ ഇങ്ങനെ ആക്കണം. കർത്താവിനൊരു സ്വഭാവമുണ്ട്. കർത്താവിൻ്റെ സ്വഭാവമാണ് ഈ ഒളിച്ചേ കണ്ടിൽ സാറ്റ് കളിക്കുന്നവനാണ് കർത്താവ്. ഈ സാറ്റ് കളി കർത്താവിനറിയാവുന്ന ഏക കളിയാണ്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടും ഒന്നും അറിയാത്തവനെ പോയി ഒളിച്ചിരിക്കും. എന്നും അങ്ങനെയല്ലേ? എപ്പോഴും ഒളിച്ച് കളിയല്ലേ? 12-ാം വയസ്സിൽ ഒളിച്ച് കളിച്ചു. 3 നാൾ അവൻ്റെ അമ്മയും അപ്പനും അവനെ കണ്ടില്ല. അവൻ പോയി പാത്തിരുന്നു, ഒളിച്ചിരുന്നു. ജീവിതാന്ത്യത്തിലും ഇങ്ങനെ 3 ദിവസം ഒളിച്ചിരുന്നു. ദുഃഖവെള്ളി ദുഃഖശനി ഉയർപ്പ് വരെ. 12-ാം വയസ്സിലും ജീവിതാന്ത്യത്തിലും ഒളിച്ചിരുന്നവൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒളിച്ചിരിക്കും. എല്ലാം ക്രമീകരിച്ചിട്ടും ഒന്നും അറിയാത്തവനെ പോലെ ഒന്ന് മാറിയിരിക്കും. നമുക്കത് ഇരുട്ടായിട്ട് തോന്നും. പക്ഷെ തമ്പുരാൻ്റെ സ്വഭാവമുള്ളത് സഹിക്കാൻ കഴിവുള്ളവർക്ക് പരമാവധി സഹനം തരും. അത് അച്ഛനാണേലും സിസ്റ്റേഴ്സ് ആണേലും കുടുംബജീവിതക്കാരാണേലും സഹിക്കാൻ കഴിവുള്ളവർക്ക് പിന്നെയും പിന്നെയും തരും. കാരണം ആ സഹന തരംഗത്തിലൂടെ ലോകത്തിൽ മറ്റു പലരുടെയും തിന്മയ്ക്ക് ഒരു പരിഹാരം ലോകത്തുണ്ടാകണം. അതിന് കുറേ പേരെ സഹിക്കാൻ വിടും. എന്ത് നീതിയാണെന്ന് വെച്ചാൽ ഉത്തരവില്ല. അത് തമ്പുരാനെ അറിയത്തുള്ളൂ. കുടുംബത്തെ സ്വർഗമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വിവേകം. ഒരിക്കലും വിവേകമില്ലാത്ത വർത്തമാനം ദമ്പതികൾ പറഞ്ഞേക്കൽ. ചില ആണുങ്ങൾ അരിശം വരുമ്പോൾ ചത്താ മതിയായിരുന്നു, എനിക്ക് വേറെ കെട്ടാവാനും. അവള് താൻ പോകുന്ന വഴി വണ്ടി ഇടിച്ച് ജാഗത്തേ ഉള്ളൂ. താൻ ഓർത്തോണം. എന്തെല്ലാം വർത്തമാനങ്ങളാണ് വിവേകമില്ലാത്ത വർത്തമാനം. ഒരിക്കലും വിവേകമില്ലാത്ത സംസാരം ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പറയരുത്. കാരണം നാട്ടിൽ പറഞ്ഞാൽ അപ്പനും അമ്മയോട് തിരുത്താനും വല്ലതും പറഞ്ഞു തരാൻ. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കാണ്. വിവേകമില്ലാത്ത വാക്ക് പറഞ്ഞോ ബന്ധം തകരാം. ഭർത്താവ് അവനോട് ശാന്തമായി വീട്ടിൽ വന്നു. സമാധാനമായിട്ട് പറയാ. ഭാര്യ രാത്രി നല്ല ഉണ്ടാക്കി മുറിക്കകം നേരെ നല്ല സലാഡ്, ഒരു കമ്പി മുറിക്കകത്ത് നേരെ വിലങ്ങി. ആ കമ്പിയുടെ നീളമെന്ന് പറഞ്ഞാൽ പപ്പടം കാച്ചി വെച്ചത് പപ്പടം വരെ എടുക്കാൻ മറന്നുപോയി. അത്രയും പറഞ്ഞ ഭാര്യ ഇരിക്കുന്നത് പപ്പടം കാച്ചി പോയി. എന്ത് തന്നെ കുടുംബത്തെ സ്വർഗമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വിവേകം. ഒരിക്കലും വിവേകമില്ലാത്ത വർത്തമാനം ദമ്പതികൾ പറഞ്ഞേക്കൽ. ചില ആണുങ്ങൾ അരിശം വരും പറയും, നീ ചത്താ മതിയായിരുന്നു, എനിക്ക് വേറെ കെട്ടാവായിരുന്നു. അവള് താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ജാഗ്രതയുള്ളൂ. താൻ ഓർത്തോണം. എന്തെല്ലാം വർത്തമാനങ്ങളാണ് വിവേകമില്ലാത്ത വർത്തമാനം. ഒരിക്കലും വിവേകമില്ലാത്ത സംസാരം ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പറയരുത്. കാരണം നാട്ടിൽ